അപ്പോൾ ഇന്ന് നമുക്ക് വൈറ്റ് സോസ് കോൺ ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ് കേട്ടോ. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കട്ടോ. കുഞ്ഞുകുഞ്ഞ അരിഞ്ഞ വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കട്ട കുത്താതെ നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കോൺ ഇട്ട് കൊടുക്കുക. നമ്മൾ വേവിച്ച കോണാണ്, അത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ ഈ ഒരു മുളക് ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളൂ കേട്ടോ, വറ്റൽമുളക്. പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ചും കൂടി പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ കട്ട പിടിച്ച പോലെ വരുന്നുണ്ട്. കുറച്ച് പാലും കൂടി വേണമെങ്കിൽ നിങ്ങളൊന്ന് ഓപ്ഷനിലാണ് കേട്ടോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ മല്ലിയിലിടാ ഇളക്കി കൊടുക്കുക. അപ്പോൾ സംഭവം വളരെ സിമ്പിളാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഈ ഒരു മഴക്കാലത്ത് നല്ല ടേസ്റ്റ് ആയിട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ഓക്കെ, ബൈ.